അല്ലെങ്കിൽ ആർക്കൊക്കെ കിട്ടിയതാണ് ഈ പുരസ്കാരം? അവരൊക്കെ പരമയോഗ്യരായിരുന്നോ? പ്രശ്നം അതല്ല. നൊബേലിൻ്റെ രാഷ്ട്രീയം തിരിച്ചറിയാതെ പുരസ്കാരത്തിളക്കത്തിൽ നിൽക്കുന്ന മരിയ കൊറീന മച്ചാഡോയെപ്പോലുള്ളവരെ ജനാധിപത്യത്തിൻ്റെ വിശുദ്ധ മാലാഖ എന്നൊക്കെ വിശേഷിപ്പിച്ച് കുറേ പേർ വാഴ്ത്തുപാട്ടുമായി ഇറങ്ങുന്നിടത്താണ് പ്രശ്നം. അപ്പോൾ നൊബേലിൻ്റെ ലക്ഷ്യവും തിരഞ്ഞെടുപ്പിലെ യുക്തിയും വീണ്ടും ചർച്ച ചെയ്തേ തീരൂ. വെനിസ്വേല എന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യം എക്കാലത്തും അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ നേരെ മറുവശത്തായിരുന്നു. ഹ്യൂഗോ ഷാവേസിൻ്റെ കാലത്തും ഫിഡൽ കാസ്ട്രോയുടെയും റൗൾ കാസ്ട്രോയുടെയും കാലത്തും ക്യൂബയെയും വെനിസ്വേലയെയും തകർത്തെറിയാൻ US നടത്താത്ത കുത്തിത്തിരിപ്പുകളൊന്നുമില്ല. വെനിസ്വേലയിലെ ഇപ്പോഴത്തെ ഭരണാധികാരിയായ നിക്കോളാസ് മദുറോയും ഇതെല്ലാം അനുഭവിക്കുന്നു. മദുറോ ഒരു സമ്പൂർണ്ണ ജനാധിപത്യവാദിയൊന്നുമല്ല. വിമതരെ നിലക്ക് നിർത്തുന്നതിൽ ഒരു മയമില്ലാത്ത ആളാണ് താനും. പക്ഷെ അദ്ദേഹം ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ ഭരണത്തലവനാണ്. ഒരു രാജ്യത്തെ ഭരണം അട്ടിമറിക്കാൻ മറ്റൊരു രാജ്യത്തിന് എന്തവകാശം എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം തേടുമ്പോഴാണ് മരിയ കൊറീനയുടെ യോഗ്യത മനസ്സിലാകുക.